ഗുഡ് മോർണിംഗ്. കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാലോ അല്ലേ? കേൾക്കാം. പണ്ടാരോ പറഞ്ഞത് ഓർമ്മ വരുന്നു. ഈ സൂം മീറ്റിങ്ങുകൾ പലപ്പോഴും നമ്മളെ മരണത്തെ ഓർമ്മിപ്പിക്കുന്നുള്ളത് അതൊരു സത്യം തന്നെയാണത്. വേറെ ഒന്നുകൊണ്ടല്ല, പലപ്പോഴും സൂം മീറ്റിങ്ങുകൾ ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ സെമിത്തേരി പോയൊരു ഓർമ്മ നമുക്ക് തിരിച്ചു തരാം. കാരണം കുറേ ഫലകങ്ങളും കുറേ പേരുകളും മാത്രമാവുന്ന ഒരു സ്ഥലത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അത് രസകരമായ ഒരു ഓർമ്മകൾ കൂടിയാണ്. അപ്പൊ ഈ കോവിഡിന് ശേഷമാണ് നമ്മൾ അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ, പിന്നെ നമ്മൾ എപ്പോഴും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് തന്നെ നമ്മളെ ഒരു ഡൗട്ട് വരുന്ന ഒരു സാഹചര്യം. എനിവേ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് സിജി ഓർഗനൈസ് ചെയ്യുന്ന ഡിവിഷൻ എന്ന പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. രാവിലെ തന്നെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചും തിരക്കുകളിലൂടെയും സെഷൻ കേൾക്കാൻ വേണ്ടി എത്തിയ എല്ലാവർക്കും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹം തരട്ടെ. ഈ ഒരു അരമണിക്കൂർ സമയം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം എന്ന് യാതൊരു ഉദ്ദേശവും ഇല്ല. വളരെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പോകാം. സാധിക്കുന്നവർക്കൊക്കെ വീഡിയോ ഒന്ന് ഓണാക്കാൻ പറ്റിയാൽ കാണാൻ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്. എന്റെ പേര് ആന്റണി ജോയ്. കഴിഞ്ഞൊരു 17 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മെല്ലെ നമുക്ക് ഈ സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലീഡ് വിത്ത് ക്ലാരിറ്റി. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് അതിൻ്റെ അകത്ത് എന്താ പറയുക, ടെക്നിക്കൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. എങ്കിലും ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, എന്തെങ്കിലും ഒറ്റ വാക്ക്, ലീഡ് വിത്ത് ക്ലാരിറ്റി എന്നുള്ള സെഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം എന്തായിരിക്കാം, അല്ലെങ്കിൽ എന്ത് കിട്ടണം, നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നുള്ളത് ഒരു വൺ വേർഡ് നിങ്ങളൊന്ന് ചാറ്റ് ചെയ്താൽ വളരെ സന്തോഷം. ഫോക്കസ് ഓൺ അൾട്ടിമേറ്റ് ഗോൾ. താങ്ക് യു. സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ, സുതാര്യത, കാണാം. ഒബ്ജക്റ്റീവ് ക്ലിയർ, ലൈഫ് ഹാക്ക്, ലക്ഷ്യം കൃത്യമായിരിക്കണം, മോട്ടിവേഷൻ, സാറ്റിസ്ഫാക്ഷൻ, ക്ലിയർ വിഷൻ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. കുറെ ആളുകൾ ചാറ്റ് ബോക്സ് തപ്പി കണ്ടുപിടിക്കുന്ന തിരക്കിലായിരിക്കും, ചിലർ ഡ്രൈവിംഗിലായിരിക്കാം. അപ്പോൾ ആ തിരക്കുകളൊക്കെ തന്നെ നടക്കട്ടെ. നമുക്ക് മിസ്സാവുന്ന ഒരു കാര്യം, ഈ കാലഘട്ടത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നവും ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്. നമ്മളെ സംബന്ധിച്ച് സാധിക്കാത്ത, മനുഷ്യർക്ക് സാധിക്കാത്ത, എന്നാൽ എല്ലാവർക്കും പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ് മൾട്ടി ടാസ്കിങ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, രണ്ടിലും ശ്രദ്ധയില്ലാതെ പോകും. അതുകൊണ്ട് പലപ്പോഴും ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് സക്സസ് ആവാനുള്ള ടിപ്സുകളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പറ്റുന്ന പ്രശ്നം, മറ്റെന്തിലോ ശ്രദ്ധിച്ചുകൊണ്ട് ഇതും ശ്രദ്ധിക്കുന്ന സമയത്ത് ഇത് ഇത് കേട്ടിട്ടുണ്ടല്ലോ, ഇത് കേട്ടിട്ടുണ്ടല്ലോ, മറ്റേ കെട്ടിനേട്ടം പറഞ്ഞ പോലെ ആ കേട്ടിട്ടുണ്ട് എന്നൊരു ഐഡിയ വരികയും അല്ലെങ്കിൽ ഒരു ഫീൽ വരികയും നമ്മൾ അതിനെ അറിയാതെ നെഗ്ലക്ട് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പൊ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്ത് കേൾക്കാൻ വേണ്ടി പറ്റിയാൽ വളരെ സന്തോഷം. ലീഡ് വിത്ത് ക്ലാരിറ്റി എന്ന് പറയുന്ന സമയത്ത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്കറിയാം, കൺഫ്യൂസ്ഡ് മൈൻഡ് ഈസ് ഡിലേഡ് ഡിസിഷൻ, ക്ലിയർ മൈൻഡ് മീൻസ് കോൺഫിഡന്റ് ആക്ഷൻ. നമുക്കൊക്കെ വേണ്ടത് കോൺഫിഡന്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും കൺഫ്യൂസ്ഡ് ആണ്. അതെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ബിസിനസ് ഡിസിഷൻസിലായിക്കോട്ടെ, പഠിക്കുന്ന കാര്യങ്ങളിലായിക്കോട്ടെ, പഠിച്ചത് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോഴായിക്കോട്ടെ, കൺഫ്യൂഷൻ കൂടുമ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ വളരെ വളരെ സിമ്പിൾ ആണ്. ഒരുപാട് റീസൺസ് കൊണ്ടാണ്. കാരണം എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവുക? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ചാറ്റ് ബോക്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടാനുള്ള ഏക മാർഗം നമുക്ക് ചാറ്റ് ബോക്സ് ആണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം വരാനും നിങ്ങൾ ഇതിലൂടെ തന്നെ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്, കാരണം എങ്കിൽ മാത്രമേ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സംഭവിക്കുള്ളൂ. ഇന്നത്തെ ഈ ഒരു അരമണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ 6:29 നമ്മൾക്കുണ്ടായിരുന്ന ലൈഫിന്റെ ക്വാളിറ്റിയെക്കാളും 1% കൂടിയിട്ടില്ലെങ്കിൽ ഈ അരമണിക്കൂർ വേസ്റ്റ് ആണ്. അരമണിക്കൂർ പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതല്ല, 1% നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി കൂടണം. അപ്പൊ നമ്മൾ ചാറ്റ് ചെയ്തും നമ്മൾ അത് ഇൻട്രോസ്പെക്ട് ചെയ്തും നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ജീവിതത്തിലും നേതൃത്വത്തിലുമുള്ള വ്യക്തതയുടെ പ്രാധാന്യം, അറിവില്ലായ്മ, ക്ലിയർ ഫോക്കസ് ഇല്ലാത്തത് കൊണ്ട് ചോദ്യം ഇതാണ്,
ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലിയർ ഫോക്കസ് ഇല്ലാതാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അറിവില്ലായ്മ വന്നിട്ടുണ്ട്, നേതൃത്വത്തിലുള്ള വ്യക്തിയുടെ പ്രാധാന്യം, ഓക്കെ, ശ്രദ്ധക്കുറവ്, മൾട്ടി ടാസ്കിങ്. താങ്ക് യു സോ മച്ച്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് വൺ വേർഡ് ദാറ്റ്, ഇത് നിങ്ങൾ ചാറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. വാട്ട് ഈസ് വൺ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ് യു കറന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ടുഡേ? ഇംഗ്ലീഷിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, മലയാളത്തിൽ തീർച്ചയായിട്ടും പറയും. ഈ സ്ലൈഡ് കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇത് ഇംഗ്ലീഷ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നോ വറി. അപ്പോൾ നിങ്ങളുടെ അവസ്ഥയെ ഇപ്പോഴത്തെ അവസ്ഥ മീൻസ് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ എന്നുള്ളതല്ല, ഇപ്പോഴത്തെ ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ വേർഡ് എന്തായിരിക്കും? ഹാപ്പി, സ്ട്രെസ്ഡ്, കൺഫ്യൂസ്ഡ്, എന്താ പറയാ, എന്തും നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് ചാറ്റ് ബോക്സിൽ ഇടണം എന്ന് യാതൊരു നിർബന്ധവും. വാട്ട് ഈസ് വൺ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ് യുവർ കറന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? നിങ്ങളുടെ മനസ്സിന്റെ ഇപ്പോഴത്തെ അത് ആരോടും പറയുന്നതിൽ നമ്മൾ പോളിഷ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ചാറ്റ് ബോക്സിൽ ഇടണം നിർബന്ധമില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ചാറ്റ് ബോക്സിൽ ഇടുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് പോളിഷ് ചെയ്ത് അത് കറക്റ്റ്, അത് എന്താ പറയുക, കുറച്ചൊന്ന് ആളുകൾ കേൾക്കാൻ പാകത്തിലേക്ക് അത് എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്ത് കളയും. അപ്പൊ കറക്റ്റ് നമ്മളത് ഐഡന്റിഫൈ ചെയ്യും. ഫസ്റ്റ് എവിടെയാണ് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നിടത്താണ് നമ്മുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയാണ് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നിടത്താണ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള പഴകിയ ഒരു കഥയാണ്. കപ്പൽ നന്നാക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുകയും അവസാനം ഒരു ടെക്നീഷ്യൻ വന്നിട്ട് ഒരു സ്ഥലത്ത് 2 ബോൾട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു $10,000 പറഞ്ഞു. ഈ $10,000 2 മിനിറ്റ് പണിയെന്ന് വെച്ചപ്പോൾ, കഥ നിങ്ങൾ കേട്ടത് കൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് പറയണത്. ആള് പറഞ്ഞു ഇതെവിടെയാണ് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്ത എന്റെ എക്സ്പീരിയൻസിനാണ് $9,800, ബാക്കി പണിയെടുത്തിന് $200 മതി എന്ന്. അതുപോലെ നമ്മളുടെ ഒക്കെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു സ്റ്റാറ്റസ്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിഞ്ഞാൽ, വഴി ചോദിക്കുന്ന ആളോട് നമ്മൾ അല്ലെങ്കിൽ ബസ് എവിടേക്ക്, ഇപ്പൊ തൃശ്ശൂർ നിൽക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ കാസർഗോഡേക്ക് പോകുന്ന ബസ് അല്ലെങ്കിൽ കോഴിക്കോടേക്ക് പോകുന്ന ബസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് അറിയണം. കാരണം കോഴിക്കോടേക്ക് പോകുന്ന ബസ് എവിടെ കിട്ടുക, അല്ലെങ്കിൽ ഏത് ബസ്സിൽ കയറി കോഴിക്കോട് എത്താന്ന് ചോദിക്കുമ്പോൾ തൃശ്ശൂർ നിൽക്കുന്ന ഒരാളാണെങ്കിൽ കാസർഗോട്ടേക്കോ കണ്ണൂരേക്കോ വയനാട്ടേക്കോ ഒക്കെ പോകുന്ന ബസ്സിൽ കയറിയ കോഴിക്കോട് എത്താം. എന്നാൽ അയാൾ നിൽക്കുന്നത് വയനാട്ടിലാണെങ്കിലോ ഈ ബസ് കൊണ്ടൊന്നും കാര്യമില്ല. അപ്പൊ എവിടെ നിൽക്കുന്നു എന്നതിനാണ് നമ്മൾ എങ്ങനെ പോകണം എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ക്ലാരിറ്റി മീൻസ് നോയിങ് വാട്ട് മാറ്റേഴ്സ്. എന്താണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്ക് മാറ്റർ ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൽ പ്രാധാന്യപ്പെട്ട കാര്യങ്ങൾ. വേർ യു ആർ ഗോയിങ്, എവിടേക്കാണ് നമ്മൾ പോകുന്നത്, എന്താണ് നമ്മൾ ചെയ്യുന്നത്. പോകുന്നത് മീൻസ് നമ്മൾ എന്ത് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, എങ്ങോട്ടാണ് എത്തിപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. നോയിങ് വൈ യു ആർ ഡൂയിങ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും പഠിക്കുമ്പോഴാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്, അത് മറന്നു പോകുമ്പോഴാണ് നമ്മൾ എന്താ പറയാ, കയറില്ലാതെ അലഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ കാറ്റത്ത് പിന്നെ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുന്ന പട്ടങ്ങൾ പോലെ ആയി പോവുക. എന്തിന് വേണ്ടി? ഗോഡ് ഫാദർ സിനിമയിൽ ചോദിച്ചിട്ടുണ്ടോ, നീയൊക്കെ എന്തിനാടാ പഠിക്കുന്നത് എന്ന് ചോദിച്ചതുപോലെ, വിയേക്ക് അല്ല, എന്തിനാടാ നീയൊക്കെ പഠിക്കുന്നത് ചോദിച്ചോലെ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഞാൻ ആയിരിക്കുന്ന ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന ഈ ജോലി ഞാൻ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഞാനൊരു കുടുംബനാഥയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്? അത് ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി, ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ ഒരവസ്ഥയാവാം നമ്മുടേത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട 3 ഉത്തരങ്ങളാണ് വാട്ട് മാറ്റേഴ്സ്, എന്തൊക്കെയാണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വേർ യു ആർ, വേർ ഐ ആം ഗോയിങ്, ഞാൻ എങ്ങോട്ടാ പോകുന്നത്, ഞാൻ എന്തിനത് ചെയ്യുന്നു. 3 കാര്യങ്ങൾ. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ക്ലാരിറ്റി മിസ്സാവുന്നത്? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു 3-4 കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്ലാരിറ്റിയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന, വാട്ട് സ്റ്റീൽസ് അവർ ക്ലാരിറ്റി, നമ്മുടെ ക്ലാരിറ്റിയെ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ മോഷ്ടിക്കുന്ന ഒരു 3-4 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തത് എന്താ? നോയ്സ് ആണ്. ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ഇൻഫർമേഷൻ ഓവർലോഡഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ, ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കാരണം ഒരു ഫ്രീ ടൈം കിട്ടിയാൽ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യും? ഒന്ന് ടൈപ്പ് ചെയ്യും. ഫ്രീ ടൈം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും?
പ്രത്യേകിച്ച് ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഫ്രീ ടൈം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലീസ് ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഞാൻ പറയുന്നത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ, ഒരു ആകാംക്ഷ. ഫോൺ എടുക്കും, റീഡിങ് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഐ അപ്രീഷിയേറ്റ്, ഫോൺ നോക്കും. അതായത് ഒരു അരമണിക്കൂറൊന്നുമില്ല, 2 മിനിറ്റ് എവിടെയെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യുന്നൊരു സമയം, റീൽസ് കാണും. ഓക്കെ, അപ്പൊ ഞാനും നിങ്ങളും ഒരേ ലോകത്ത് തന്നെ ജീവിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം. ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. റീൽസ് കാണും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണും. ദാറ്റ് മീൻസ് ഒരുപാട് ഇൻഫർമേഷൻ. 30 മിനിറ്റ് നമ്മൾ ഇതിന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 30 സെക്കൻഡ് വീതമുള്ള ഒരു 60ഓളം റീൽസ്, അല്ലെ 1 മിനിറ്റ് വീതമുള്ള ഒരു 30ഓളം കണ്ടന്റുകൾ കാര്യമായിട്ടും തമാശയായിട്ടും വിഡ്ഢിത്തരമായിട്ടും പൊട്ടത്തരമായിട്ടും വേർത്തായിട്ടുമുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് കയറും. എന്ത് സംഭവിക്കും? ബ്രെയിൻ ഫോഗ് അടിക്കും, നമ്മൾ സ്റ്റക്ക് ആവും, നമുക്കൊരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ഇതൊക്കെ കണ്ടങ്ങ് പാസ് ചെയ്ത് പോകും. ഇല്ല, ഒരു സാധനവും നമ്മുടെ മനസ്സൊന്ന് മാഞ്ഞു പോവില്ല. അത് ഓവർലോഡഡ് ആയിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ഒച്ചപ്പാടിന്റെയും ബഹളത്തിന്റെയും ഒരു സ്ഥലത്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ക്ലാരിറ്റി കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കുറച്ചൊക്കെ ഒച്ചപ്പാട് കുറച്ചൊരു ശാന്തതയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സ്വയം തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ക്ലാരിറ്റി അതൊരു കിട്ടാക്കനിയായിട്ട് ബാക്കി. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ ആണ്, പേടിയാണ്. നമുക്കൊരു സ്റ്റെപ്പ് മുമ്പോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അത് എങ്ങനെ പോയാൽ സക്സസ് ആവും എന്ന് നമുക്ക് മനസ്സിലാവാതെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പേടിയാണ്. ഞാനിത് ചെയ്താൽ തോറ്റുപോയാലോ, പണി കിട്ടിയാലോ, ആളുകൾ എന്ത് വിചാരിക്കും? ഒന്ന് നോയ്സ് ആണ്, ദ സെക്കൻഡ് വൺ ഈസ് ഫിയർ. എന്തായിരിക്കും സംഭവിക്കുക? അതായത് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലാരിറ്റി കിട്ടുള്ളൂ. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കോട്ടയത്തേക്ക് പോവാണ്, മലപ്പുറം കോഴിക്കോട് നിന്ന് കോട്ടയത്തേക്ക് പോവാണെങ്കിൽ കാർ ഓടിക്കുമ്പോൾ രാത്രിയാണ്, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കോട്ടയം വരെ നമ്മൾ കാണാറില്ല. ജസ്റ്റ് ഒരു 100 മീറ്റർ 150 മീറ്റർ റോഡിന്റെ നീളം അനുസരിച്ച്, അല്ലെങ്കിൽ അത് സ്ട്രെയിറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ കാണൂ. അതിങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മുൻപോട്ട് കാണും. നമ്മൾ സ്റ്റെപ്പ് എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് അടുത്തൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി ധൈര്യപൂർവ്വം പ്ലാൻ ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു കറേജ് കാണിക്കണം. അപ്പോൾ ക്ലാരിറ്റി നമുക്ക് കൂടി കിട്ടും. മൂന്നാമത്തെ കാര്യമാണ് ഇമോഷണൽ ഓവർലോഡ്. ഒരുപാട് കാര്യം നമ്മുടെ തലയിലുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. വീട്ടിലെ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ഓഫീസിലെ കാര്യങ്ങളുണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തലയിലായി കഴിയുമ്പോൾ നമുക്കറിയാം, കുറേ സാധനങ്ങൾ ഒരുമിച്ച് ഒരു പെട്ടി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുത്ത് ഒരു സാധനം ആവശ്യം വന്നാൽ അത് എടുക്കണമെങ്കിൽ വലിയ പാടാണ്. ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ ലോഡായി കഴിയുമ്പോൾ ബ്രെയിനിന് 2 മോഡുണ്ടെന്ന് അറിയാം. നമ്മൾ അതിൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. സർവൈവൽ മോഡും ഗ്രോത്ത് മോഡും. ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ സ്വിച്ച് ചെയ്യും സർവൈവൽ മോഡിലേക്ക്. ക്ലാരിറ്റി വളരെ കാര്യമായിട്ട് കുറയും. നാലാമത്തെ കാര്യമാണ്, ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട സൊല്യൂഷനാണ് റിഫ്ലക്ഷൻ ടൈം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? നമുക്കൊക്കെ റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്ന് റിഫ്ലക്ട് ചെയ്യാൻ, നാടൻ ഭാഷയിൽ പറഞ്ഞാല് നായി ഓടിയിട്ട് കാര്യമില്ല, നായിക്ക് നിൽക്കാൻ നേരമില്ല എന്നുള്ള അവസ്ഥയിലാണോ നമ്മൾ പോകുന്നതെന്നൊന്ന് ചിന്തിക്കുന്നതെങ്കിലും നല്ലതാണ്. കാരണം നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നൊരവസ്ഥയാണെങ്കിൽ അത് കുറച്ചിട്ട്, എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, വളരെ ഗംഭീരമായി ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാതെ ഈ സെഷൻ കേട്ടിട്ടാണ് എല്ലാവരുടെയും ക്ലാരിറ്റി കൂട്ടുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ, നമ്മൾ ചുമ്മാ പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ പ്ലീസ് പോസ്. അത് ഡീറ്റെയിൽ കുറച്ചും കൂടി പരിമിതമായ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആ ഒരു കാര്യം, റിഫ്ലക്ഷൻ ടൈം നമ്മൾ കണ്ടുപിടിക്കണം. ക്ലാരിറ്റി ഈസ് നോട്ട് സംതിങ് വി മാജിക്കലി ഫൈൻഡ്. പെട്ടെന്ന് ഇങ്ങോട്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഡിം ഇതാ ക്ലാരിറ്റി വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കിട്ടൂല. അത് പ്രതീക്ഷിച്ചിരിക്കരുത്. ഒരു സുപ്രഭാതത്തിൽ 1 മിനിറ്റിൽ വരുന്ന അത്ഭുതകരമായ എന്തോ ഒരു സംഭവമാണ് ക്ലാരിറ്റി എന്നൊരു ധാരണ ഉണ്ടാവരുത്. ഇറ്റ് ഈസ് സംതിങ് വി ഇന്റൻഷനലി ക്രിയേറ്റ്. നമ്മൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ക്ലാരിറ്റി എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, ഒരു ദിവസം രാവിലെ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നതല്ല. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ തിയററ്റിക്കലി തലയിലുണ്ടെങ്കിലും പ്രാക്ടിക്കലി വരുമ്പോൾ നമ്മൾ ബ്ലാങ്ക് ആയി പോകുന്നുണ്ടെങ്കിൽ ഇപ്പം മുതൽ നമ്മൾ ഒരു സ്റ്റെപ്പായിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. വളരെ സിമ്പിളാണ്. കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ക്ലാരിറ്റി മീൻസ് കാമാവുക. വളരെ ശാന്തമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ബക്കറ്റിൽ കലങ്ങിയ വെള്ളമുണ്ടെങ്കിൽ അത് തെളിഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം?
പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഫിൽട്ടർ ചെയ്തത്രയും ശുദ്ധമായി കിട്ടണമെങ്കിൽ മാത്രമേ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറെ സമയം അതവിടെ വെറുതെ വെച്ചാൽ മതി. ഹലോ, വെറുതെ വെച്ചാൽ മതി. കുറച്ചൊന്ന് കാമാവാൻ വേണ്ടി നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പല പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. ഞാൻ പാരന്റിങ്ങിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് മക്കളെ തല്ലരുത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശിക്ഷ, എന്താ പറയാ, ഒരുപാട് വഴക്ക് പറയരുത്, കറക്റ്റ് ചെയ്യണം, കറക്റ്റീവ് മെഷേഴ്സ് വേണം, സംശയമൊന്നുമില്ല. എന്നിട്ട് ഞാൻ പറയും, തല്ലുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എത്ര വേണേലും തല്ലിക്കും. അപ്പൊ ആളുകൾ കൺഫ്യൂഷൻ, നിങ്ങൾക്ക് ഇപ്പൊ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. എന്ന് പറയും, വഴക്കുണ്ടാക്കുന്നില്ല, കുരുത്തക്കേട് കാണിക്കുന്നത് 10 മണിക്കാണെങ്കിൽ അടി കൊടുക്കേണ്ടത് 10:02-നാണ്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 2 മിനിറ്റ്. എന്ത് സംഭവിക്കും? പാരന്റ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിലുണ്ടല്ലോ. എന്ത് സംഭവിക്കും? അടിക്കുവോ? ഇല്ല, അടി നട ദേഷ്യം അപ്പൊ അങ്ങോട്ട് പോവും. എന്തോ ആ ദേഷ്യം ഈ 2 മിനിറ്റ് കൊണ്ട് മാറാൻ സാധ്യതയുണ്ട്. 2 മിനിറ്റ് കൊണ്ട് മാറാൻ സാധ്യതയുണ്ടെന്നല്ല, ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി കാരണം ഈ അടി നടക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അങ്ങോട്ട് ഷൂട്ടപ്പ് ചെയ്ത് കയറി വന്ന നമ്മുടെ അഡ്രിനാലിൻ അല്ലെ ഹോർമോണൽ റഷ് കൊണ്ട് നമുക്ക് ദേഷ്യം വരും. നമ്മുടെ ഇമോഷണൽ ബാഗേജ് നമ്മൾ കുട്ടിയുടെ തലയിൽ കൊണ്ടിടും. ഇനി അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റിന്റെ തലയിൽ, നമ്മുടെ അയൽവാസിയുടെ തലയിൽ, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ തലയിൽ കൊണ്ടിടും. ഒരു 2 മിനിറ്റ് ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ പ്രശ്നം കുറയും. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് calm. The second point, look within. നമ്മൾ പരിഹാരം പലപ്പോഴും നോക്കുന്നത് പുറമേയാണ്. നമ്മുടെ ഉള്ളിൽ ഈ സാധനം ഉണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക. അതാ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, റിഫ്ലക്റ്റിംഗ് ടൈം, അല്ലെ റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു ടൈം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് വേണം നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. കാരണം നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി വേറെ ആർക്കും ഇല്ല. നമ്മൾ ചെയ്യുന്നതിന്റെ സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫെക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വഴികൾ പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. നമ്മുടെ ഉള്ളിലാണ് കറക്റ്റ് ഉത്തരം ഉണ്ടാവുക. കാരണം നമ്മുടെ ഫിംഗർ പ്രിന്റ് നമുക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ആധാർ കാർഡിൽ കണ്ണിന്റെ റെറ്റിന പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള, ഞാൻ പാടേണ്ടതായിട്ടുള്ള, ഞാൻ വരയ്ക്കേണ്ടതായിട്ടുള്ള ചിത്രം ഞാൻ വരച്ചാലേ നടക്കും, ഞാൻ പാടിയാലേ പാടും. വേറെ ആരുമില്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിന്റെ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. കസ്തൂരിമാൻ കസ്തൂരി അന്വേഷിച്ച് ലോകം മുഴുവൻ നടക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെയായി പോവാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കുറച്ച് സമയം കണ്ടുപിടിക്കുക. എവിടെയാണ് എനിക്ക് കറക്റ്റ് ചെയ്യേണ്ടത്? എവിടേക്കാണ് ഞാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ 3 ചോദ്യങ്ങൾ. എന്താണ് എനിക്ക് പ്രധാനപ്പെട്ടത്? എങ്ങോട്ടാണ് ഞാൻ പോണത്? എന്തിനു വേണ്ടി അത് ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾ കണ്ടുപിടിക്കാൻ, ഈ ചോദ്യങ്ങളല്ല, സോറി, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ നമ്മളിലേക്ക് നോക്കണം. അലൈൻ പ്രയോറിറ്റീസ്. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റി ഉള്ള കാര്യത്തിന് നമുക്ക് എന്താണ്, സമയം ഉണ്ടാവില്ല. പ്രയോറിറ്റി ഉള്ള കാര്യം ചെയ്യാൻ, ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിന് നമ്മൾ അതിന്റെ പ്രയോറിറ്റി കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ ഓടി ഓടി വന്നു കഴിയുമ്പോൾ സമയം തികയാതെ പോകും. അപ്പൊ നമ്മൾ പ്രയോറിറ്റി, അത് ഒരു പ്രൊഫസർ ക്ലാസ്സിൽ ചെയ്ത എക്സസൈസ് ഒക്കെ നിങ്ങൾ ഒരുപാട് സമയം കേട്ടതാണ്. ഞാൻ ചുമ്മാ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. വലിയൊരു ബീക്കറിൽ കൊണ്ടുപോയി നിറച്ചും വെള്ളം ഒഴിച്ചു. ഇനി എന്തെങ്കിലും ഇതിൽ കൊള്ളൂന്ന് ചോദിച്ചു. നോക്കുമ്പോൾ ഒന്നും കൊള്ളൂല, എന്തിട്ടാലും തുളുമ്പിപ്പോകും. അദ്ദേഹം വേറൊരു ബീക്കർ എടുത്തിട്ട് വലിയ കുറെ കല്ലുകൾ ഇട്ടു. അത് കഴിഞ്ഞ് ഇനി എന്തെങ്കിലും കൊള്ളുമോ? തീർച്ചയായിട്ടും ചെറിയ ചെറിയ കല്ലുകൾ അതിന്റെ ഗ്യാപ്പിൽ കൂടെ ഫില്ലായി. പിന്നെ അതിലേക്ക് മണൽ ഫില്ലായി. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു. ഞാൻ സ്പീഡിൽ കഥ പറഞ്ഞു പോകുന്നതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആശയം മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ കഥയുടെ സാഹചര്യത്തിൽ നമുക്ക് വളരെ കുറച്ച് അളവിൽ മതി. പക്ഷെ അത് ആ പാത്രം നിറച്ചൊഴിച്ചു കഴിയുമ്പോൾ വേറെ എന്തിട്ടാലും തുളുമ്പിപ്പോവും, അല്ലെങ്കിൽ ഒന്നും ഇടാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് പ്രയോറിറ്റിയുള്ള വലിയ കല്ലുകൾ ആദ്യം ഇടുക. അതിന്റെ ചെറിയ കല്ലുകൾ അതിന്റെ ഗ്യാപ്പിൽ കൂടെ ഫില്ല് ചെയ്യുക. പിന്നെ മണലിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ വെള്ളം ഒഴിക്കുക. അപ്പൊ വെള്ളം ആദ്യം കൊണ്ടത്ര ഇതിൽ കൊള്ളൂല, കാരണം അത്രേ ആവശ്യമുള്ളൂ. നമ്മുടെ റീൽസ് കാണലും, നമ്മുടെ സിനിമ കാണലും, നമ്മുടെ എന്റർടൈൻമെന്റും ഒക്കെ ഈ ഒരു ഭാഗമായിട്ട് വെള്ളമായിട്ട് കരുതി കഴിഞ്ഞാൽ എസെൻഷ്യൽ ആണോ? തീർച്ചയായിട്ടും എസെൻഷ്യൽ ആണ്. പക്ഷെ അതിന്റെ സൈസ് എത്ര മതി? കുറച്ചു മതി. അപ്പൊ അതൊന്ന് പ്രയോറിറ്റൈസ്, നമ്മുടെ കാര്യങ്ങളുടെ പ്രയോറിറ്റീസ് ഒന്ന് അലൈൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. റിലീസ് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഒരുപാട് ഡിസ്ട്രാക്ഷൻസ്, പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഒന്ന് റിലീസ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമ്പോഴാണ് ക്ലാരിറ്റി കിട്ടുക. പണ്ട് നിലവറയിൽ പോയ ഒരു വാച്ച് തപ്പി മുത്തച്ഛൻ കുറേ തപ്പി, മക്കളും വീട്ടുകാരും എല്ലാം കൂടി. കാരണം ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റ് കിട്ടിയൊരു വാച്ചാണ്.
ടിക് ടിക് സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന ഈ കഥയും നിങ്ങൾ കേൾക്കാതിരിക്കാൻ ഒരു വഴിയില്ല. ഈ കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു തംസ് ഇട്ടേ. കേട്ടിട്ടില്ലെങ്കിൽ ഒരു തംസ് ഡൗൺ. ഇല്ലെങ്കിൽ ഇല്ലാന്നോ എസ് നോയോ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി. എനിതിങ്. നിങ്ങളിവിടുന്ന് പോയോന്ന് എനിക്ക് മനസ്സിലാവണ്ടേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സംഭവം ഇത്രേ ഉള്ളൂ. മുത്തച്ഛൻ ഈ വാച്ച് തപ്പി കുറേ നേരം തപ്പി, എപ്പോഴത്തേക്കും കിട്ടുന്നില്ല. അത് കഴിഞ്ഞപ്പോ സമ്മാനം പ്രഖ്യാപിച്ചു. അപ്പൊ ഒരു കുട്ടി ധൈര്യപൂർവ്വം ഏറ്റെടുത്തു, ഞാൻ തപ്പിയെടുത്ത് തരാന്ന് പറഞ്ഞു. എന്നിട്ട് മുത്തച്ഛനോടും മറ്റുള്ളവരോടും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഈ നിലവറയിൽ നിന്ന് പുറത്തേക്ക് പോകണം, എനിക്കൊരു 10 മിനിറ്റ് സമയം വേണം. അപ്പോ ഇവൻ നല്ല ക്ലവർ ആയിട്ടുള്ള ആളായതുകൊണ്ട് ഓക്കെ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം പുറത്തേക്ക് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവൻ വാച്ചുമായിട്ട് പുറത്തേക്ക് വന്നു. മുത്തച്ഛൻ ചോദിച്ചു, നീ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചതായിരിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല, പിന്നെ ഇത് എവിടെയായിരുന്നു ചോദിച്ചു. നമ്മൾ അരി ഇടുന്ന പാത്രത്തിൽ ഒരു സ്വല്പം താഴെ അരി മൂടിപ്പോയത് കൊണ്ട് ഇത് കാണാതെ പോയത്. അപ്പൊ നീ ഇത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തില്ല മുത്തച്ഛ, നിങ്ങളെല്ലാം പുറത്താക്കിയിട്ട് ഞാൻ അവിടെ വെറുതെ ഇരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? എല്ലാ ഒച്ചപ്പാടും ബഹളവും ഒക്കെ പോയപ്പോ നിലവറയായതുകൊണ്ട് വേറെ പുറത്തുനിന്ന് ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശാന്തമായപ്പോ ഈ വാച്ചിന്റെ ടിക് 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 സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ആ കേട്ട സ്ഥലത്തേക്ക് ചെന്നപ്പോ എനിക്ക് സാധനം കിട്ടി. ഇത് കഥയിൽ കുറെ എക്സാഗ്രേഷൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ഇത് നടന്ന കഥയാണോ നടക്കാത്ത കഥയാണോ, ഇത് ക്രിയേറ്റ് ചെയ്തതാണോ, ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രധാന കാര്യം. നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒച്ചപ്പാടുകൾ കുറച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നത് നമുക്ക് മനസ്സിലാവും. കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി, ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മതപരമായി മാത്രം അത് കണക്ട് ചെയ്യരുത്. മതപരമായി മാത്രം അതിനെ കണക്ട് ചെയ്യരുത്. മെഡിറ്റേഷൻ എല്ലാ വിഭാഗങ്ങൾക്കും, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മനസ്സ് കാം ഡൗൺ ആവണം. നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെ സ്പീഡിൽ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടി വരും. അതിന്റെ ഡീറ്റെയിലേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. നമ്മൾ സ്പീഡിൽ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന സിഗ്നൽ വി ആർ ഇൻ ഡേഞ്ചർ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ശാന്തമായി ശ്വാസം എടുക്കുന്ന സമയത്ത് പ്രാണായാമം പോലെയുള്ള എക്സസൈസുകളിലൂടെ, മെഡിറ്റേഷനിലൂടെ നമ്മൾ കാം ഡൗൺ ചെയ്യണം, നമ്മുടെ റിലീസ് ചെയ്യണം, നോയ്സസ് റിലീസ് ചെയ്ത് നമ്മൾ സെറ്റിൽ ആവാൻ വേണ്ടി ശ്രമിക്കണം. ഇന്റൻഷണൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളിൽ തന്നെ കണക്റ്റഡ് ആണ്. നമുക്ക് പലപ്പോഴും ഒരു കൗസ് ആയിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു പ്രശ്നമായിട്ട് തോന്നുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്ത് ചെയ്യാനും പേടിയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്ത് ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കണം, അല്ലെങ്കിൽ ഒരു മെന്റേഴ്സിനെ കണ്ടിട്ട് ഇനി എന്ത് ചെയ്യണം നോക്കുക. ധൈര്യപൂർവം അത് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇന്റൻഷണൽ ആയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുക. അപ്പൊ മൊമെന്റം ക്രിയേറ്റ് ആവും. ആ മൊമെന്റം ക്രിയേറ്റ് ആവുമ്പം അതിന്റെ മുകളിൽ അടുത്തതായിട്ട് നമുക്ക് ചെയ്തു പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ആക്ഷനാണ് ഞാൻ ഈ 24 മണിക്കൂറുള്ളിൽ, ഞാൻ ഒന്നുകൂടി ചോദിക്കാം, ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷനിലേക്ക് പോകുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ന്യൂട്ടൺ ലോ പറഞ്ഞതുപോലെ എന്താ പറയാ, ഒരു വസ്തു അതിന്റെ ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ തുടരാൻ അതിന് പ്രേരണയുണ്ട്. നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പോകും. അതിനൊന്ന് ബ്രേക്ക് ചെയ്യണം. മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ മടി പിടിച്ച് തന്നെ ഇരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങി ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ നിർത്താൻ നമുക്ക് പറ്റാറില്ല. നമ്മളിങ്ങനെ എത്ര ടയർഡ് ആണെങ്കിലും ഭക്ഷണം കഴിച്ചാലും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മടി പിടിച്ചു കഴിഞ്ഞാൽ അതിനൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഇന്റൻഷൻ ആക്ഷനിലൂടെ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ട്രസ്റ്റ് ദ പ്രോസസ് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അതിനെ ട്രസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോവുക. അതിന്റെ ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിന്റെ ബെനിഫിറ്റ് കിട്ടും. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഗ്രോത്ത് ഈൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദാറ്റ് മീൻസ് ദ ക്ലാരിറ്റി. കാമാവുക, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, പ്രയോറിറ്റീസ് അലൈൻ ചെയ്യുക, ഒച്ചപ്പാടുകളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്ന് ഇന്റൻഷണൽ ആയ ആക്ഷനിലൂടെ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഗ്രോത്ത് കിട്ടും. ചോദ്യം ഇതാണ്, ഇത് ഒരു 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 വർക്കായിട്ട് നമ്മൾ എടുക്കണം. ചുമ്മാ ഇത് കേട്ട് പോയാൽ പോരാ. ഈ 3 ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ട്, ഞാൻ എന്നോട് ചോദിച്ചിട്ട് ഇന്ന് ഉത്തരം കണ്ടുപിടിക്കണം. ഇന്നല്ലെങ്കിൽ നമ്മുടെ വാഴ സിനിമയിൽ പറഞ്ഞു, ഞാനല്ലെങ്കിൽ പിന്നെ ആരെന്ന് ചോദിച്ചു അല്ലേ, ഇന്നല്ലെങ്കിൽ പിന്നെ എപ്പോഴാ? നടക്കൂല. നമ്മളൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും സെൽഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ഷെൽഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമായി മാറിപ്പോകുന്നതിന് കാരണം നമ്മൾ നോട്ട് എഴുതും, അത് ഷെൽഫിൽ കൊണ്ടുവെക്കും, വീണ്ടും നോട്ട് എഴുതും, വീണ്ടും ഷെൽഫിൽ കൊണ്ടുവെക്കും. ഈ ഷെൽഫ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. നമ്മൾ സെൽഫ് ഡെവലപ്പ് ആവാൻ നമ്മൾ മിസ്സായി പോകും. അങ്ങനെ സംഭവിക്കരുത്. വേർ ഡു ഐ നീഡ് ക്ലാരിറ്റി മോസ്റ്റ്? എവിടെയാണ് എനിക്ക് കൂടുതൽ ക്ലാരിറ്റി വേണ്ടത്? കണ്ടുപിടിക്കുക. ചാറ്റ് ബോക്സിൽ ഇടണമെന്നില്ല. വാട്ട് ആം ഐ അവോയ്ഡിങ്? ഞാൻ എന്ത് കാര്യമാണ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്?
ഇതൊക്കെയാണ് നമ്മുടെ സക്സസ് മിസ്സാവുന്നതിന്റെ കാരണം. വാട്ട് ഈസ് മൈ നെക്സ്റ്റ് ക്ലിയർ സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യണ്ടേ? യെസ്, ഹോൾഡ് സ്ക്രീൻ. ഓക്കെ. വേർ ഡു ഐ നീഡ് ക്ലാരിറ്റി മോസ്റ്റ്? മുനീറ മാം ഈ സ്ലൈഡ് തന്നെയാണ് ഉദ്ദേശിച്ചത്. Show the old screen first portion means okay. Thank you. Where do I need more clarity most? What I am avoiding? What is my next clear step? ഇതൊന്ന് കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇനി ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഞാനിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ള സാഹചര്യമില്ല, അല്ലെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ആളുകളാണ് എഴുതാനുള്ള സാഹചര്യമില്ല, പക്ഷെ മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് പേപ്പറിലേക്ക് ഇങ്ക് ചെയ്യാത്ത ഒരു ഐഡിയയും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇങ്ക് ചെയ്യാത്ത ഒരു ഐഡിയയും, എഴുതി വെക്കാത്ത ഒരു ഐഡിയയും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ ഓട്ടത്തിനിടയിൽ ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ വന്നു കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കുക. സാധിക്കുന്ന ആളുകളൊക്കെ പതുക്കെ ഒന്ന് കണ്ണടച്ച് സ്വസ്ഥമാവാം. ചോദ്യം ഇതാണ്, സോറി ചോദ്യം ഞാൻ വായിക്കാൻ വിട്ടുപോയി. ടേക്ക് വൺ ആക്ഷൻ യു ഹാവ് ബീൻ ട്രൈങ് ബിക്കോസ് ഓഫ് ഡിലേയിങ് ബിക്കോസ് ഓഫ് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ കാരണം ഞാൻ ഡിലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ഷൻ എന്താ? അത് 24 മണിക്കൂറിനുള്ളിൽ, നെക്സ്റ്റ് 24 അവേഴ്സിനുള്ളിൽ അത് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ചുമ്മാ എടുത്ത് ചാടിയേക്കരുത്, അപകടം വരുത്തി വെക്കരുത്. കൃത്യമായ പ്ലാനിങ്ങോട് കൂടി വേണം ചെയ്യാൻ. കൃത്യമായ പ്ലാനിങ്, വലിയ സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല, ഒരു കുഞ്ഞു സ്റ്റെപ്പ്, ഒരു ചെറിയ സ്റ്റെപ്പ് അതിൽ തുടങ്ങാൻ വേണ്ടി നമുക്ക് പറ്റണം. സോ പ്ലീസ് സെറ്റിൽ ഡൗൺ. പതിയെ ഒന്ന് സെറ്റിൽ ആവുക, കണ്ണുകളൊക്കെ നടക്കുക. ഡ്രൈവ് ചെയ്യുന്നത് ചെയ്യരുത്, നിങ്ങൾക്കറിയാലോ. പാചകം ചെയ്യുന്നത് ചെയ്യരുത്, കൈ കൊള്ളും. എല്ലാവർക്കും സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ണൊക്കെ നടക്കുക. പതിയെ മൂക്കിലൂടെ മെല്ലെ ശ്വാസം ഒന്ന് എടുക്കുക. Take a deep breath. Exhale slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ തണുത്ത വായു മൂക്കിലൂടെ കയറി ഉള്ളിലേക്ക് പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. പതിയെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരു കറുത്ത പുക പോലെ നമ്മുടെ ടെൻഷനും ആദികളും വ്യാധികളും പ്രശ്നങ്ങളും എല്ലാം പുറത്തേക്ക് പോകുന്നതായിട്ടും നമ്മൾ കൂടുതൽ ക്ലെൻസ് ചെയ്യപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുക. വൺസ് അഗെയിൻ ടേക്ക് എ ഡീപ് ബ്രെത്ത്. എക്സൈൽ സ്ലോലി. പതിയെ പതിയെ ശരീരവും മനസ്സും ശാന്തതയിലേക്ക് വരുന്നത് ഫീൽ ചെയ്യാം. Once again, take a deep breath. Exhale slowly and gently open your eyes. Gently open your eyes. പതുക്കെ കണ്ണു തുറക്കാം. സോ താങ്ക് യു സോ മച്ച്. മെഡിറ്റേഷന് കൂടുതൽ സമയം എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടത് തന്നെയാണ്. എങ്കിലും ഈ സമയം കൊണ്ട് ഓടിച്ചു പറഞ്ഞു പോയ സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. 30 മിനിറ്റ് കൊണ്ടത് കട്ട്ഷോട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. താങ്ക് യു സോ മച്ച്. ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സിജിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഏറ്റവും പ്രത്യേകമായിട്ട് എന്നെ ക്ഷണിച്ച മ്യൂസിയം മാമിനും അതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിനും ഒക്കെ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഡിവിഷന്റെ 223 ദിവസം വളരെ ക്ലാരിറ്റിയോടുകൂടി എങ്ങനെ ലീഡ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു തന്ന ആന്റണി ജോയ് സാറിന് ഒരുപാട് നന്ദി പറയുകയാണ്. അവിടെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ, പുതുതായി വന്നവര് എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. നമ്മുടെ മനസ്സിലേക്കൊന്ന് ആ വാച്ച് കണ്ടുപിടിച്ച കുട്ടിയെ പോലെ എല്ലാ ശബ്ദങ്ങളെയും അകറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം മനസ്സിലേക്കൊന്ന് കണ്ണോടിച്ചാല് നമുക്ക് കിട്ടുന്ന ക്ലാരിറ്റി, അത് ആ കുഞ്ഞു കഥ തന്നെ മതി എന്ന് തോന്നുന്നു. ഈ ഒരു സെഷനെ അത്രത്തോളം ഭംഗിയായിട്ട് നമ്മുടെ മുന്നിൽ എത്തിക്കാന് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കഥകള് നമ്മള് കേട്ട് നമ്മുടെ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ ഒരുപാട് സിനിമ കഥാ ഡയലോഗുകളൊക്കെ കൂടി വളരെ രസകരമായി, ഒരു ബോറടി ഇല്ലാതെ വളരെ നല്ലൊരു അത്രയും വിവരങ്ങൾ ഈ അരമണിക്കൂർ കൊണ്ട് എത്രത്തോളം നമുക്ക് തരാൻ പറ്റും അത്രത്തോളം സാർ തന്നിട്ടുണ്ട്. എനിക്കൊന്ന് കുറെ കൂടി വിശാലമായി നമുക്ക് കിട്ടേണ്ട ഒരു ക്ലാസ് ആണിത്.
എങ്കിലും സർ അരമണിക്കൂർ കൊണ്ട് രത്ന ചുരുക്കം എന്നൊക്കെ പറയാറില്ല, അതുപോലെ ഈ ക്ലാസ്സിന് എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തൊക്കെയോ എനിക്ക് എന്റെ ഫീലിംഗ് പറയുകയാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ എനിക്കിന്ന് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ആ ലാസ്റ്റിലത്തെ ആ ഒരു നിശബ്ദമായി മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് എന്റെ മനസ്സിൽ ഒരു കാര്യം വന്നിട്ടുണ്ട്. ഞാൻ അത് എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ ഞാനത് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ അതിന് സാറിനോട് പ്രത്യേക താങ്ക്സ് പറയുകയാണ്. എനിക്കിത് ഉണ്ടായ ഫീലിംഗ് എനിക്കൊന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന 136 ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അത്രയും മനോഹരമായ ഒരു ക്ലാസ് ആണ് സാർ എടുത്തത്. ഏതോ ഒരു ബുക്കിലും അയച്ചിട്ടുണ്ട്, നമുക്ക് മാത്രം ജീവിച്ചു തീർക്കാൻ പറ്റുന്ന, മറ്റൊരാൾക്കും ചെയ്തു തരാൻ പറ്റാത്തൊരു മഹാ അത്ഭുതമാണ് നമ്മുടെ ജീവിതം എന്നുള്ളതെന്ന്. അതാണ് നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ജീവിച്ചു തീർക്കണം. അത് നമ്മൾ കുറച്ചുകൂടി കാമായിട്ട് ക്ലാരിറ്റിയോട് കൂടി ബഹളങ്ങളൊന്നും ഇല്ലാതെ ആശങ്കകളൊന്നും ഇല്ലാതെ ജീവിച്ചു തീർക്കാൻ പറ്റുകയാണെങ്കിൽ അത് എത്രത്തോളം സന്തോഷകരമായിരിക്കും. എന്തായാലും സാറിനോട് ഒന്നുകൂടി നന്ദി പറയുകയാണ്. പിന്നെ ഇത്രയും നല്ലൊരു ക്ലാസ്, ക്ലാരിറ്റി ലീഡ് വിത്ത് ക്ലാരിറ്റി, അത്രയും ക്ലാരിറ്റിയോട് കൂടി തന്നെ എടുത്തു തന്നതിന് നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ ന്യൂസിയ മാമിനും ടീം ഇൻചാർജായ സലീം സാറിനും ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു പ്രഭാതത്തിൽ നാളെ വീണ്ടും വേറൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന പ്രത്യാശയോടുകൂടി എല്ലാവരോടും വിട പറയുന്നു. താങ്ക് യു വെരി മച്ച്. Thank you. More power to you.